ഹായ് ഫ്രണ്ട്സ്, പി ആർ സഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് മഴയത്തും വെയിലത്തും നിൽക്കുന്ന ഒരു ഗ്രോ ബാഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ബാഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പി എച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് നിൽക്കുന്ന ഒരു ബാഗാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ പി എച്ച് ചെയ്യുന്നത് കറക്റ്റ് ലെവലിന് റിസൾട്ട് കിട്ടും. പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കുറച്ച് മണ്ണ് ആദ്യം എടുത്തിട്ടുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ നല്ല കറുത്ത മണ്ണ് നോക്കി എടുക്കണം കേട്ടോ. കറുത്ത മണ്ണാണ് ധാരാളം ഗുണമുള്ളത്, പശുരാശി മണ്ണാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് നമ്മൾ ചാണകപ്പൊടി കേട്ടോ, കുറച്ച് ചാണകപ്പൊടി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് കണ്ട നമ്മളെ വേപ്പുണ്ടാകട്ടോ, ഒരു പിടി വേപ്പുണ്ടാക്കാം. നമ്മള് എല്ലുപൊടി കേട്ടോ, എല്ലുപൊടി ബയോ ഗ്രീൻ കൂടെയാണ് കേട്ടോ. പി എച്ച് ബൂസ്റ്റും ബയോ ഗ്രീനും നമ്മൾ കൊടുക്കുന്നത് മണ്ണ് കറക്റ്റ് പി എച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് പി എച്ച് ബൂസ്റ്റും ബയോ ഗ്രീനും കൂടെ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബയോ ഗ്രീൻ കൊടുക്കുന്നത് വെച്ചപ്പം ബയോ ഗ്രീൻ നല്ല നമുക്ക് നല്ല പച്ചിലപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബയോ ഗ്രീനും കൂടെ കൊടുക്കാം. ബയോ ഗ്രീനും ഡോളോമേറ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ, ബയോ ഗ്രീൻ ഡോളോമേറ്റ് ഇവിടെ ഇത്രയും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് നമ്മുടെ ആട്ടും പുഴു കേട്ടോ, അത് കുറച്ച് കൊടുക്കും. അതും കൂടെ കുറച്ച് കൊടുക്കും. നല്ല രീതിക്ക് ഒന്ന് ഇളക്കണം. അതൊക്കെ തയ്യാറായി നല്ല രീതിക്കുള്ള പോട്ടി മിക്സ് അതേപോലെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. കുപ്പിയിലേക്കുള്ള പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ട് കേട്ടോ. നമുക്ക് അതിലെന്താണ് തയ്യാറാക്കി നോക്കാം. കുറച്ച് ചകിരിച്ചോറ്, വേമ്പുണ്ടാക്കുക, എല്ലുപൊടി കുറച്ച് നമ്മളെ ഈ കുപ്പിയിൽ നമ്മൾ ചെയ്ത കുപ്പിയിലേക്ക് നമുക്ക് കൊടുക്കാൻ കേട്ടോ. നമുക്കൊരു തിരുന്ന സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം തട്ട് കൊടുക്കണം. അപ്പോൾ ഈ സൈഡ് വാരം നടാൻ നേരത്ത് തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റർ ഭാഗത്ത് ചെയ്ത് വെച്ചാക്കുന്ന പോട്ടി മിക്സ് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ജലാംശത്തിൽ കൂടെ ഇറങ്ങി കറക്റ്റ് രീതിക്ക് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമുക്ക് ഇവിടെയാണ് നമ്മൾ നട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നടാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ജലാംശം കറക്റ്റ് ഇറങ്ങുകയും ചെയ്യും. നമ്മൾ ആ സെൻറ്റർ ഭാഗത്തുള്ള നമുക്ക് കറക്റ്റ് അതുപോലെ നമ്മൾ വളം വലിച്ചെടുത്ത് നമുക്ക് തൈക്ക് നല്ല കരുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പൊക്കി എടുത്ത് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോകണം നമുക്ക് കൊണ്ട് വയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്തും വെയിലത്തും കറക്റ്റായിട്ട് പി എച്ച് നിലനിൽക്കുന്ന ഒരു ഗ്രോ ബാഗാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പി എച്ച് ബൂസ്റ്റ് ബയോ ഗ്രീനും കൊടുത്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പി എച്ച് നിലയ്ക്കുമെന്നാണ് അതിൻ്റെ വേറെ ഒരു പ്രത്യേകത. സേമ്പോയിട്ടിങ്ങനെ എപ്പോഴും നമുക്ക് അതിനകത്ത് കാണും കേട്ടോ, ഒരു നിമിഷവും ഇല്ല. നല്ലതേക്ക് മഴയത്തും വെയിലത്തും കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഗ്രോ ബാഗാണ്. നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ലതേക്കുള്ള റിസൾട്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മളെ പയറോ അതെന്ത് വേണമെങ്കിലും നമുക്ക് പാവി കൊടുക്കാൻ നേരത്ത് നമുക്ക് നട്ടു കൊടുക്കാൻ നേരത്ത് നമുക്ക് ചെറിയൊരു പോട്ടി മിക്സ് കൂടെ നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ പെർലൈറ്റും അതേപോലെ നമ്മുടെ ചകിരിച്ചോറും കൂടെ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ചെറിയൊരു പോട്ടി മിക്സ് നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ നമുക്ക് വേറെ ഉറുമ്പൊന്നും കൊണ്ടുപോകുന്നില്ല. പെട്ടെന്ന് തന്നെ 3-ാമത്തെ ദിവസം പൊടിച്ചു വരും കേട്ടോ. അത് കുറച്ച് നമ്മളെ കുറച്ച് വെർമിക്ലിക്കേറ്റർ കൂടെ കൊടുത്താണ്ടല്ലോ 3-ാമത്തെ ദിവസം തന്നെ നമ്മളെല്ലാ തൈകളും പൊടിച്ചു. ഇപ്പം പയറൊക്കെ ആയിക്കൊണ്ട് വരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അത് പൊടിച്ചെടുക്കണം. 1 ദിവസം കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് പൊടിച്ചു വരും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതേക്കുള്ള റിസൾട്ട് കിട്ടും കേട്ടോ.